ആന കരിമ്പുംകാട്ടി കയറിയ പോലെ കേട്ടാ എൻ്റെയൊക്കെ ചന്തയിൽ പോയാൽ അവിടെ കിടക്കുന്ന സാധനം മൊത്തം പിന്നെ വീട്ടിൽ വരും. നല്ല ഫ്രഷ് ആയിട്ടുള്ള കണവ മീൻ കിട്ടുന്നുണ്ട് കേട്ടാ, കൂന്തൽ. അപ്പോൾ ഇത് വെച്ചൊരു റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോണത്. അപ്പോൾ ദാ മീനിൻ്റെ മണം അടിച്ചത് നമ്മുടെ കുട്ടപ്പം വന്നിപ്പുണ്ട് കേട്ടാ. പിന്നെ ദാ നമ്മുടെ മീനൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു കപ്പോളം തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു 5-6 ചെറിയ ഉള്ളിയും, ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും, ഒരു ചെറിയ നാരങ്ങയുടെ വലുപ്പത്തിനൊരു പുളിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നല്ലൊരു പേസ്റ്റായിട്ട് അരച്ചെടുക്കണം. ഒരുപാട് അങ്ങ് പേസ്റ്റ് ആവേണ്ട, ചെറിയ തരിതരിപ്പോടെ അരച്ചെടുക്കണം. എൻ്റെ ടേസ്റ്റ് നോക്കുന്ന ആളാണ് കേട്ടോ, ഉപ്പ് നോക്കുന്ന ആൾ. ഉപ്പുണ്ടാകുന്ന നോക്കുമ്പോൾ ആൾ പറഞ്ഞു തരും കേട്ടോ, ഉപ്പുണ്ടായില്ലേ എന്ന്. കൊടുത്തില്ലെങ്കിൽ പിന്നെ ഭയങ്കര കരച്ചിലാവും. അതുകൊണ്ട് അങ്ങ് കൊടുത്ത് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഇടണം. വേറെ ഒന്നുമില്ല, തക്കാളി, മുരിങ്ങയ്ക്ക, കുറച്ച് കത്തിരിക്ക, പച്ചമുളക്, കറിവേപ്പില. ഇത്ര ഇട്ടതിന് ശേഷം ഒന്ന് തിളച്ചിട്ട് ആ ഒരു കൂന്തലും കൂടിയിട്ട് ഒന്ന് വീണ്ടും ഒന്ന് ഇളക്കുക കേട്ടോ. നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ച് നമുക്കത് വേവിച്ചെടുക്കണം. പിന്നെ വേറൊരു പാനിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഉപയോഗിക്കുക കേട്ടോ. ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലയും ചെറിയ ഉള്ളിയിട്ട് നന്നായിട്ട് ഒന്ന് താളിച്ചെടുക്കണം. നല്ലൊരു ഗോൾഡൻ കളറാകുമ്പോഴത്തേക്കും ഈ താളിപ്പും കൂടി നമുക്ക് ഈ ഒരു കറിയിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അടിപൊളിയായിട്ടുള്ള കണവ അവിയൽ റെഡിയായി. ഇത് മരച്ചിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കണം. കണവ കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ.